എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് ടൂ വീലർ മഴക്കാലത്ത് റൈഡ് ചെയ്യാറുണ്ട്. അപ്പം മഴക്കാലത്ത് ഓടിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള 10 ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹെവി റെയിനുള്ളപ്പം നമ്മൾ ഓടിക്കേണ്ട, അതുപോലെ ചാറ്റൽ മഴയുള്ളപ്പം കുഴപ്പമില്ല, ചെറിയ രീതിയിൽ നമുക്ക് ഓടിച്ചു പോകാം എന്ന് നമ്മൾ പലരും വിചാരിക്കാറുണ്ട്. പക്ഷേ ആ ഒരു ധാരണ തെറ്റാണ്. ചാറ്റൽ മഴയുള്ള സമയങ്ങളിലാണ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഉണങ്ങിക്കിടക്കുന്ന ഒരു റോഡിൽ ചെറിയ തോതിലൊരു മഴ പെയ്തു തുടങ്ങുമ്പോഴാണ് വാഹനങ്ങളിൽ നിന്ന് വീണിട്ടുള്ള ഓയിലും അതുപോലെയുള്ള മറ്റ് വേസ്റ്റേജുകളൊക്കെ ആ സമയത്താണ് കൂടുതലും മെഴുക്ക് രൂപത്തിലേക്ക് കൂടുതലായിട്ട് ടയറിൻ്റെ ഭാഗത്തേക്ക് പറ്റിച്ചേരുന്നത്. അപ്പോൾ ആ സമയത്ത് കൂടുതലും നമ്മളുടെ ബൈക്കുകൾ സ്കിഡാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചാറ്റൽ മഴയുള്ള സമയത്താണ് നമ്മൾ കൂടുതലും ശ്രദ്ധിച്ച് വാഹനം ഓടിക്കേണ്ടത്. മഴ നല്ല രീതിയിൽ പെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ റോഡ് കുറച്ച് വെള്ളം വാർന്നൊഴുകിയതിന് ശേഷം അത് ക്ലീനായി പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ഗ്രിപ്പിൻ്റെ കാര്യത്തിൽ അത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നും. പക്ഷേ വിഷൻ കുറച്ച് കുറവായിരിക്കും ഹെവി റണ്ണുള്ള സമയത്ത്. ഗ്രിപ്പിൻ്റെ കാര്യത്തിൽ പ്രശ്നം വരത്തില്ല, പക്ഷേ നമ്മളുടെ വിഷൻ്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവും. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളിൽ ആദ്യം പറയാനുള്ളത് നമ്മളുടെ ടൂ വീലറിൻ്റെ ടയർ കണ്ടീഷനാണ്. ടയറിൻ്റെ ഗ്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് തേഞ്ഞ് പോയിട്ട് ഒരു ബോളിൻ്റെ ഷേപ്പിലേക്ക് വന്നിരിക്കുന്ന ടൈപ്പിലുള്ള ടയറുകൾ, അങ്ങനെയുള്ള ടയറുകൾ യൂസ് ചെയ്യാതിരിക്കുക. കഴിവതും നിങ്ങൾ നല്ല ഗ്രിപ്പുള്ള സോഫ്റ്റ് കോമ്പൗണ്ട് ആയിട്ടുള്ള ടയേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക മഴക്കാലത്ത്. എങ്കിൽ മാത്രമേ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുകയുള്ളൂ. അപ്പം എപ്പോഴും നല്ല പെർഫെക്റ്റ് കണ്ടീഷനുള്ള ഒരു ടയറും അതുപോലെ ടയർ പ്രഷറും കൃത്യമായി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ കൂടുതലും ബട്ടൺ ടൈപ്പ് ടയേഴ്സ് ഉപയോഗിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓഫ് റോഡിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടയേഴ്സാണ്. അതുകൊണ്ട് തന്നെ റോഡിൽ ഓടിക്കുന്ന സമയത്ത് അത്രത്തോളം ഗ്രിപ്പ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഗ്രിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് കോമ്പൗണ്ട് ആയിട്ടുള്ള ടയേഴ്സ് തന്നെ യൂസ് ചെയ്യണം. സാധാരണ കമ്മ്യൂട്ടർ ബൈക്കുകളിൽ പൊതുവേ സോഫ്റ്റ് കോമ്പൗണ്ട് ടയേഴ്സ് ആയിരിക്കില്ല, കുറച്ച് മീഡിയം സ്റ്റിഫ്നെസ് ഉള്ളതും ലൈഫ് കൂടിയതുമായിട്ടുള്ള ടയേഴ്സ് ആയിരിക്കും. അതിന് പകരം നിങ്ങൾ ലൈഫ് ഇത്തിരി കുറഞ്ഞാലും ഗ്രിപ്പ് കൂടിയ ടയേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ ഉള്ളത് ഹെൽമെറ്റിൻ്റെ കാര്യമാണ്. ഏത് ടൈപ്പിലുള്ള ഹെൽമെറ്റ് തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഫേസ് ഹെൽമെറ്റ് ഏത് വെതറിലും നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മഴക്കാലത്ത് നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഹെൽമെറ്റിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് ഹെൽമെറ്റിൽ ഫോഗ് അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് വിഷൻ ക്ലിയർ ആകാതെ വരും. പിൻലോക്ക് റെഡിയുള്ള ഒരു ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫോഗ് വൈസർ യൂസ് ചെയ്യുക. അപ്പോൾ അതിലൂടെ നമുക്ക് അത്യാവശ്യം വിഷൻ കിട്ടും. ഇനി അതല്ല, സാധാരണ ഒരു ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ വൈസർ ഒരു പൊടിക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളുടെ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോഗ് പുറത്തേക്ക് പോകും, നമുക്ക് അത്യാവശ്യം വിഷൻ കിട്ടും. പിന്നെ ക്ലിയർ ആയിട്ടുള്ള വൈസർ എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റെയിൻ കോട്ടിൻ്റെ ഒരു സെലക്ഷനാണ്. അതായത് നമ്മൾ റെയിൻ കോട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് പലരും വളരെ ചീപ്പ് ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ചീപ്പ് പ്രൈസിലുള്ള റെയിൻ കോട്ട് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് യൂസ്ഫുൾ അല്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ അപകടകരം കൂടിയായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വലിയ ലൂസായിട്ടുള്ള റെയിൻ കോട്ടുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സ്പീഡിൽ പോകുന്ന സമയത്ത് കാറ്റടിക്കുമ്പം വളരെ അധികം രീതിയിൽ ഷേക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അത് നമ്മൾ മറിഞ്ഞു വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റെയിൻ കോട്ട് അവോയ്ഡ് ചെയ്തിട്ട് ഫിറ്റ് ആയിട്ടുള്ള റെയിൻ കോട്ട് കുറച്ച് ക്വാളിറ്റിയുള്ള ടൈപ്പ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക എപ്പോഴും. ഏത് രീതിയിൽ റൈഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം കഴിവതും സ്ലോ റൈഡ് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം സേഫ്റ്റിയുടെ ഒരു കാര്യം നോക്കുമ്പം പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് ചെയ്ത് നിർത്തണമെങ്കിലോ അല്ലെങ്കിൽ ഫാസ്റ്ററായിട്ടുള്ള ആക്സലറേഷൻ കൊടുക്കാതെ നമ്മൾ ഓടിക്കുന്നതായിരിക്കും ബെറ്റർ. കൂടുതൽ ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ആക്സലറേഷൻ വളരെ സ്പീഡിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിർത്താനുള്ള ഒരു പ്രശ്നം അതിനകത്തുണ്ടാകും. റോഡിൽ ഗ്രിപ്പില്ലാതെ വരുന്നത് കൊണ്ട് നമുക്ക് പിടിച്ചു നിർത്താൻ വളരെ പ്രയാസമായിരിക്കും. ABS ഉള്ള ബൈക്കുകളിൽ കുറച്ചുകൂടെ സേഫ്റ്റി ഉണ്ടായിരിക്കും. പക്ഷേ കമ്മ്യൂട്ടർ ബൈക്കുകളിൽ പൊതുവെ ABS വരാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സ്ലോ റൈഡ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ഫാസ്റ്റായിട്ടുള്ള ആക്സലറേഷൻ കൊടുക്കാതിരിക്കുക. പിന്നെ സിറ്റി ഡ്രൈവിൽ നമുക്ക് ട്രാഫിക്കുള്ള സമയങ്ങളിലൊക്കെ കൂടുതലും മറ്റുള്ള വെഹിക്കിളുമായിട്ട് ഒരു നിശ്ചിത ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഓടിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് ഇത്തിരി ഫാസ്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ സമയത്ത് നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചിത ഡിസ്റ്റൻസിൽ നിർത്താനുള്ള ഒരു കേപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത്. ട്രാഫിക് കണ്ടീഷനിൽ നമ്മൾ ധൃതി പിടിച്ച് ആക്സലറേഷൻ വളരെ ഫാസ്റ്റായിട്ട് കൊടുത്ത് മൂവ് ചെയ്യാതെ ഇരിക്കുക. അത് മറ്റുള്ളവർക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അതുപോലെ നമ്മളുടെ സേഫ്റ്റിക്കും അത് ഒരു പ്രശ്നമായിരിക്കും. പിന്നെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ കൂടുതലും ആൾക്കാർ ഹസാർഡ് ലൈറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ആക്ച്വലി അതൊരു തെറ്റായ പ്രവണതയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസാർഡ് ലൈറ്റ്സ് യൂസ് ചെയ്യുന്നത് ശരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല.
അത് നമ്മളുടെ വാഹനം നിർത്താൻ പോവുകയാണ് അല്ലെങ്കിൽ വാഹനത്തിനൊരു പ്രശ്നമുണ്ടാകുന്ന ആ സമയത്ത് നമ്മൾ നിർത്തിയിട്ടിരിക്കുകയാണെന്ന് മറ്റുള്ളവർക്കൊരു സൂചനയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റാണ് ഹസാർഡ് എന്ന് പറയുന്നത്. പലരും അകലെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ 2 ഹസാർഡ് ലൈറ്റ്സും ഇട്ടിട്ട് ഓടിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ യൂസ് അത് മറ്റുള്ളവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാതിരിക്കാൻ നിങ്ങളായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയങ്ങളിൽ കൂടുതലും പ്രോപ്പറായിട്ടുള്ള ഗിയേഴ്സിൽ വണ്ടി ഇറക്കാനായിട്ട് ശ്രമിക്കുക. ഇറങ്ങുന്ന സമയത്ത് ടോപ്പ് ഗിയറിൽ വണ്ടി ഇടാതെ അതിൻ്റെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഗിയറിലേക്ക് അതിനെ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ബ്രേക്ക് പതിയെ ഹോൾഡ് ചെയ്തിട്ട് വേണം ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ബ്രേക്ക് ചെറുതായിട്ട് അപ്ലൈ ചെയ്യാതെ നമ്മൾ ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ എഞ്ചിനുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടിട്ട് കൂടുതൽ സ്പീഡിൽ നമ്മൾ പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ബ്രേക്ക് ചെറുതായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ എപ്പോഴും കാലിൽ സ്ലിപ്പർ ചെരുപ്പുകൾ ഇടുന്നത് ഒഴിവാക്കുക. മഴക്കാലത്ത് കാല് മൊത്തത്തിൽ കവർ ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ഗ്രിപ്പ് കിട്ടുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഷൂസ് യൂസ് ചെയ്യുക. കാല് തെന്നിപ്പോകുന്ന ഒരവസ്ഥയിൽ നിന്നും പെട്ടെന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്ന സമയത്ത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫ്ലഡുള്ള ഏരിയ, ഒരു അരയടിക്ക് മുകളിൽ വെള്ളം ഉള്ള സ്ഥലത്തൂടെ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എയർ ഇൻടേക്കും അതുപോലെ എക്സോസ്റ്റിലേക്കും വെള്ളം കയറി പോകുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കൂടുതൽ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ മേലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള ഒരു ക്രോസിംഗ് നടത്താതിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മെത്തേഡ്. ഇപ്പോൾ ഒരു അരയടിക്ക് മുകളിൽ മിക്ക ബൈക്കുകളും ട്രാവൽ ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോസ്റ്റ് അത്യാവശ്യം പൊങ്ങിയിട്ടായിരിക്കും. അതുപോലെ എയർ ഇൻടേക്കാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് എയർ ഇൻടേക്ക് ഹൈറ്റിലായിരിക്കും കൂടുതൽ ബൈക്കുകളിൽ ഉണ്ടാകുക. അതുകൊണ്ട് ഓഫായി പോകാനുള്ള സാധ്യത കുറവായിരിക്കും. ഒരുപാട് ആഴമുള്ള സ്ഥലത്തൂടെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി ഓഫാകാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കണ്ടിന്യൂസ് വെള്ളം കെട്ടിക്കിടക്കുന്നിടത്തൂടെ നിങ്ങൾ ഓടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഈ പറഞ്ഞ ഒരു അരയടി മുകളിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ബാറ്ററി അതുപോലെ മോട്ടറൊക്കെ IP റേറ്റഡ് ആയിരിക്കും. അതായത് ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ ഉള്ളതായിരിക്കും, വാട്ടർ റെസിസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ അത് വാട്ടർ പ്രൂഫ് അല്ല. അതുകൊണ്ട് തന്നെ മിക്ക ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെയും ഒരു 3 അടിക്ക് മുകളിൽ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിന് മുകളിലൊക്കെ റൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷോർട്ട് സർക്യൂട്ടുകളും കാര്യങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളതാണ് അതിനകത്തെ വാസ്തവം. അതുകൊണ്ട് അതെപ്പോഴും കെയർഫുൾ ആയിരിക്കുക. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ വണ്ടിയെ തന്നെ നമ്മൾ കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പെയിൻ്റ് അടിക്കാത്ത ഏരിയാസ് ഉണ്ടാവും നമ്മുടെ ബൈക്കുകളിലോ അല്ലെങ്കിൽ സ്കൂട്ടറുകളിലോ. അപ്പോൾ അങ്ങനെ മെറ്റൽ പാർട്സ് ഉള്ളിടത്ത് റസ്റ്റിംഗ് ഇഷ്യൂ വരാൻ സാധ്യതയാണ്, ചെളിയൊക്കെ അടിഞ്ഞിട്ട്. അപ്പം മഴയത്ത് റൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ മാക്സിമം വീട്ടിൽ കൊണ്ട് വെക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. തുടച്ച് വെക്കുക. അപ്പോൾ ഇനിയും ഇത് വെള്ളത്തിൽ ഓടിക്കാനുള്ളതല്ലേ, അല്ലെങ്കിൽ മഴയത്ത് ഓടിക്കാനുള്ളതല്ലേ, ചെളിയിലൊക്കെ തെറിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിങ്ങൾ വാഷ് ചെയ്യാതിരിക്കരുത്. മാക്സിമം എപ്പോഴും വാഷ് ചെയ്ത് തുടച്ച് നീറ്റാക്കി വെക്കാൻ ശ്രമിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ റസ്റ്റിംഗ് ഇഷ്യൂ വളരെയധികം കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ മെറ്റൽ പാർട്സ് ഉള്ള ബൈക്കിൻ്റെ കൂടുതൽ സ്റ്റാൻഡ്, അതുപോലെ തന്നെ ഇപ്പോൾ സ്പോക്ക് വീൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റീൽ റിംസ് ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള ക്ലിയർ കോട്ടുകൾ അടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയ പെയിൻറ്റ് നിങ്ങൾക്ക് അത്യാവശ്യം ഏരിയാസിലൊക്കെ റസ്റ്റ് വരുന്നിടത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസിൽ നമുക്ക് ഓയിൽ ജസ്റ്റ് ഒരു പഞ്ഞിയിലോ വല്ലതും വെച്ച് മുക്കി തുടച്ചു കൊടുക്കാം, പെയിൻറ്റ് ഉള്ളിടത്തല്ല അല്ലാത്തടത്ത്. അപ്പോൾ അങ്ങനെയാണെന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം പ്രൊട്ടക്ഷൻ അതിലൂടെ കിട്ടും. പെട്ടെന്ന് വെള്ളം അടിച്ചതിൽ റസ്റ്റ് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മളെ 2 വീലേഴ്സിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ ചെയിൻ ലൂബ്രിക്കേഷൻ ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മഴയത്ത് ചെയിനിലുള്ള ഓയിലെല്ലാം പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയിൻ ക്ലീനിങ്ങും ലൂബ്രിക്കേഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ ബൈക്കിന് കിക്ക് സ്റ്റാർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ എടുക്കുന്ന സമയങ്ങളിൽ കിക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നിങ്ങൾ വണ്ടി ഓണാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് ബാറ്ററിയുടെ ലൈഫിന് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ബാറ്ററി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷനില്ല. പിന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ റൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരിചയമില്ലാത്ത റോഡുകളിലൂടെ രാത്രി യാത്ര ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് കിടക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെ കുഴിയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അതിൻ്റെ ഡെപ്ത് അറിയാൻ പറ്റില്ല. പിന്നെ നമ്മളുടെ വിഷൻ വളരെ കുറവായിരിക്കും രാത്രി കാലങ്ങളിൽ. പോരാത്തതിന് ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ബൈക്കുകളിലും സ്കൂട്ടറുകളിലും LED ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെട്ടം ഫോഗ് ലാമ്പിൽ കിട്ടുന്ന ടൈപ്പിലുള്ളൊരു വെട്ടം ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിഷൻ വളരെ കുറവായിരിക്കും. സോ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നൈറ്റ് റൈഡ് നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു പ്ലാസ്റ്റിക് കവർ നിങ്ങളുടെ ബാഗിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജാക്കറ്റിലോ എവിടെയെങ്കിലും സേഫായിട്ട് വെക്കാൻ പറ്റുന്ന സ്ഥലത്ത് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഫോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്
സൂക്ഷിക്കാൻ പറ്റും. അത് പലരും ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ പ്രധാനമായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് എമർജൻസിക്ക് വേണ്ടി വിളിക്കാൻ പറ്റുന്ന ഒരു 3-4 നമ്പേഴ്സ് കട്ടിയുള്ള കാർഡ് പേപ്പറിൽ നിങ്ങൾ എഴുതി അതൊരു പ്ലാസ്റ്റിക് കവറിലാക്കി, ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഇൻ കേസ് നിങ്ങളുടെ ബാറ്ററി ഡെഡാവുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഫോൺ നനഞ്ഞിട്ട് പെട്ടെന്ന് അത് ഓഫായി പോകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആരെയും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നോക്കി നിങ്ങളുടെ എമർജൻസി കോൺടാക്റ്റിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ നിങ്ങൾ വളരെ കോൾഡുള്ള ഒരു വെതർ, മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങളിലൂടെ, ഫോഗുള്ള സ്ഥലങ്ങളിലൂടെയാണ് റൈഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീർത്തും വിസിബിലിറ്റി കിട്ടുന്നില്ല എന്ന് ഉറപ്പ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റൈഡ് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിൻ്റെ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ വിഷൻ വളരെ ലോ ആയിരിക്കും, അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. 2, നിങ്ങളുടെ കൈയും കാലും ബോഡിയും എല്ലാം വളരെ എന്താ പറയുക, തണുത്തിട്ട് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഫിംഗറൊക്കെ മടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ബൈക്കിൻ്റെ കൺട്രോൾ, സ്കൂട്ടറിൻ്റെ കൺട്രോളൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെതർ കണ്ടീഷൻ വളരെ മോശമായിരിക്കുന്ന സാഹചര്യം, അതായത് കോൾഡുള്ള സ്ഥലങ്ങളിൽ റൈഡ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസിബിലിറ്റി അതുപോലെ നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും റൈഡ് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. റിലാക്സ് ചെയ്തതിന് ശേഷം, ഒന്ന് എക്സസൈസ് ചെയ്തതിന് ശേഷം മാത്രം വിസിബിലിറ്റി ഉണ്ട് എന്ന് പക്ക നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ റൈഡ് ചെയ്യാൻ പാടുള്ളൂ. അതിലൂടെയൊക്കെ ഒരു പരിധിവരെ നമുക്ക് സേഫായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ പലരും റൈഡ് ചെയ്യുന്ന സമയത്ത്, ബൈക്ക് അല്ലെ സ്കൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാര്യം മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാരെയോ മറ്റു വാഹനങ്ങളെയോ ഒന്നും നമ്മൾ കെയർ ചെയ്യാറില്ല, അവരിൽ ബോധേഡല്ല. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പലരും മഴക്കാലത്ത് റോഡിൻ്റെ വശങ്ങളിലൂടെ നടന്നു പോകുന്നവരുണ്ടാവും, സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നവരുണ്ടാവും, മറ്റ് ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് റോഡിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം ചെളി തെറിപ്പിക്കാതെ നമ്മൾ സ്ലോയിൽ റൈഡ് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. അതവർക്കും നമ്മൾ പബ്ലിക്കിനോട് ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അവരെയും കൂടി പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു റൈഡർ ആയി മാറുക എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ വയ്ക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കീട് വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ.